ഒരു ലോകത്തും ഇനി ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. പിള്ളേർക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം ഒരമ്മയുടെ ദുഃഖം എന്താണെന്ന്. ഒരമ്മയ്ക്ക് ഒരു മോൻ നഷ്ടപ്പെട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന്. ഈ സംഭവത്തിന് ഒരു 10 മിനിറ്റ് മുമ്പ് വീണ്ടും ആ കൊച്ചി വിളിച്ചിട്ട് നീ ചത്തില്ലേടേ, നീ ചാവുന്നുള്ള ചത്തില്ലേടേ, ചാവണില്ലേ എന്നൊക്കെ അവൻ അമ്മയും കൊണ്ട് വന്നു. അങ്ങനെയാണ് അവൻ ചെയ്തത്, ആത്മഹത്യ. ഇപ്പൊ അവന്റെ ആത്മഹത്യാക്കുറിപ്പില് 3 ലക്ഷം രൂപ ആ കുട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഹലോ സുഹൃത്തുക്കളെ, ഇത് കുറച്ച് ദിവസം മുമ്പ് നെയ്യാറ്റിൻകരയിൽ പ്രണയ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്ത മിഥുൻ്റെ അമ്മയും അച്ഛനാണ്. അവരുടെ രംഗങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഈ അമ്മയുടെയും അച്ഛൻ്റെയും വേദനയുടെ 7 അയലത്ത് പോലും എത്തില്ല നിങ്ങളുടെ ഈ പ്രണയ നൈരാശ്യം. കാരണം ഈ അമ്മയും അച്ഛനും കുഞ്ഞുനാൾ മുതൽ 10-23 വയസ്സ് വരെ നിങ്ങളെ പൊന്നുപോലെ പൂറ്റി വളർത്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു മകൻ നഷ്ടപ്പെടുമ്പോൾ എന്ന് പറയുന്ന ആ ഒരു വേദന ഉണ്ടല്ലോ, ആ വേദനയുടെ 7 അയലത്ത് പോലും എത്തൂല നിങ്ങളുടെ ഈ പ്രണയ നൈരാശ്യം. പിന്നെ ഈ നിങ്ങൾ എന്തിനാന്ന്, അത് ആണായാലും ശരി പെണ്ണായാലും ശരി, ആൺപിള്ളേരെ മാത്രമല്ല പെൺപിള്ളേരും ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷ കൊടുക്കുന്നതിലാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് വരുന്നത്. രണ്ടാമത്, എന്തും അധികമായാൽ അമൃതും വിഷം, അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അത് കൊടുക്കുന്ന സ്നേഹമായാലും അങ്ങനെ തന്നെയാണ്. അപ്പം ഇതിൽ കൂടുതൽ പ്രതീക്ഷ കൊടുക്കരുത്. ഏത് സമയത്ത് മനുഷ്യൻ്റെ കാര്യമാണ്, ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ പ്രതീക്ഷ കൊടുത്തിട്ട് അത് കിട്ടാതിരിക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പെയിൻ വരുന്നത്. ഈ പറയുന്ന എനിക്ക് തന്നെ ഒരു 5 വർഷത്തെ ഒരു റിലേഷന് പെട്ടതൊരു സുപ്രഭാതത്തിൽ ഇല്ലാതായിട്ടുണ്ട്. ഞാൻ എന്നിട്ട് റൂമിൻ്റെ കതക് അടച്ചിട്ട് പൊട്ടിക്കരിയോ അല്ലെങ്കിൽ വേറെ എവിടെയും ജോലിക്ക് പോകാതിരിക്കുക എന്നല്ല ചെയ്തത്. ഞാൻ അതേ സ്പോട്ടിൽ തന്നെ അതേ ദിവസം തന്നെ ഞാൻ ജോലിക്ക് പോയി എൻ്റെ കാര്യങ്ങളൊക്കെ നടന്ന് എപ്പോഴും നടക്കുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ കൂടുതലത് പ്രതീക്ഷ കൊടുത്തില്ല. ഞാൻ കൂടുതൽ പ്രതീക്ഷയും കൊടുത്തില്ല. ഞാനൊരു പരിമിതി വെച്ചിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അത് കവർ ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ശേഷി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നമ്മുടെ സുഹൃത്തുക്കളോട്, ഒരു ചെറുപ്പക്കാരായാലും ചെറുപ്പക്കാരികളായാലും ഇതിൽ നിന്നും കൂടുതൽ പ്രതീക്ഷ കൊടുക്കരുത്. രണ്ടാമത്, അധികമായി ഒന്നിനും സ്നേഹിക്കരുത്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. അത് നമ്മൾ പ്രതീക്ഷ കൊടുക്കുന്ന വെച്ചാൽ അത് ഈ സ്നേഹത്തിൽ മാത്രമല്ല, ഈ നമ്മൾ ഏറ്റവും അടുത്ത രക്തബന്ധുക്കളായാലും ശരി, നമുക്ക് ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവർ നമുക്ക് ചെയ്തു തരുന്നതിലൊരു പ്രതീക്ഷ ഉണ്ടല്ലോ, എപ്പോഴും വേണ്ട. അത് കിട്ടാതിരിക്കുമ്പോൾ ശരിക്കും നല്ല രീതിയിൽ വിഷമം ഉണ്ടാവും. അപ്പോൾ എനിവേ, എന്തായാലും ഇത് നിങ്ങൾ കൂടി ഫോളോ ചെയ്യണം. അത് നിങ്ങൾ ചെറിയൊരു റിക്വസ്റ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ഞാൻ വലിയ മോട്ടിവേഷൻ സ്പീക്കറൊന്നുമല്ല, ഇങ്ങനെ സംസാരിക്കാനും എനിക്ക് വലിയ അറിവൊന്നുമില്ല. എന്നിരുന്നാലും എനിക്ക് പറയണമെന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത് കണ്ടിന്യൂ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആൺപിള്ളേരെ മാത്രമല്ല പെൺപിള്ളേർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒന്നാമത് വെച്ചാൽ ഈ ജീവന് തീരെ ഒരു വിലയില്ലാത്ത രീതിയിൽ ഒരു പുല്ല് വിലയാക്കിയിട്ടാണ് ഇപ്പം പല രീതിയിലും പെട്ടെന്ന് ചെറുപ്പക്കാരികളും ആത്മഹത്യ ചെയ്യുന്നത്. ഈ ജീവന്റെ വില നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ക്യാൻസർ സെന്ററിലും മാരകമായ രോഗത്തോടും മല്ലടിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഇപ്പോഴും ക്യാൻസർ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ പടർന്ന് പന്തലിച്ച് വരികയാണ്. ഈ അടുത്ത് എൻ്റെ ഒരു റിലേഷൻ 35 വയസ്സായ ഒരു ലേഡി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന നല്ലൊരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ മരണത്തിന് കീഴടങ്ങി. അത് അവരൊക്കെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി കൂടുതൽ കിട്ടിയെങ്കിലോ എന്നുള്ള ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ മരണം അവരെ കൊണ്ടുപോയി. അതുപോലെ തന്നെയാണ് നമുക്ക് ജീവൻ എപ്പോഴും ഒരു വാല്യൂ ആയിട്ട് നമുക്ക് തോന്നിക്കണം. കാരണം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിലും എല്ലാത്തിലും നമുക്ക് കടമ വേണം. കാരണം വെച്ചാൽ വെറും നമ്മളെ പാർട്ട്ണറിനെ മാത്രമല്ല സ്ഥാനം കൊടുക്കേണ്ടത്, എല്ലാവർക്കും നമ്മൾ ലൈഫിൽ സ്ഥാനം കൊടുക്കണം. അവർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു പെണ്ണിനെ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അവൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു പയ്യനെ കിട്ടുമായിരിക്കും. പക്ഷേ സ്വന്തം അമ്മയ്ക്കൊരു മകനെ പോയി കഴിഞ്ഞാലും മകളെ പോയി കഴിഞ്ഞാലും അതിന് പകരം ഒരാൾ കിട്ടില്ല. ഓക്കെ, എനിവേ, എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ.